Good morning, my dear viewers, dear students. Today we are going to take the reported speech. What do you mean by report? Report. വീണ്ടും കപ്പൽ കരയിലേക്ക് അടുപ്പിക്കുക. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രസൻറ്റ് പറഞ്ഞത് പാസ്റ്റ് പറയേണ്ടി വരും, പാസ്റ്റ് പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് പറയേണ്ടി വരും. ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് ആക്കുക. ഒരു വ്യക്തി ഒരാളോട് നേരിട്ട് പറയുന്നത് ഡയറക്റ്റും ഈ കേട്ട കാര്യങ്ങൾ ഇയാൾ മറ്റൊരാളോട് പറഞ്ഞാൽ അതെന്തായി മാറും? ഇൻഡയറക്റ്റ് ആയിട്ടും മാറും. അതായത് പ്രസൻ്റ് ഒക്കെ എന്തായി മാറും? പാസ്റ്റായി മാറും. പാസ്റ്റൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇപ്പോൾ ഷാൾ, വിൽ അതൊക്കെ എന്തായി മാറും? ഷുഡ്, വുഡ്. ക്യാൻ എന്തായി മാറും? കുഡ്. ഈ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മളോട് പറയാനുണ്ട്. ഇപ്പോൾ കമാൻഡ്, ഓർഡർ അങ്ങനെയൊക്കെ വരുന്ന വാചകങ്ങൾ, ആ വാചകങ്ങളെ നമ്മൾ എന്താ പറയുക? സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻ ടു 4. ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഓർ അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇംപെരറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ഇതിൽ ഇംപെരറ്റീവായ ആജ്ഞ, കൽപ്പന അത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടെൻസുകൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യില്ല? മാറില്ല. മറ്റെല്ലാ വാചകങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ടെൻസുകൾ മാറ്റണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. ഇനി നമ്മൾ അതായത് ഡയറക്റ്റിലും ഇൻഡയറക്റ്റും, ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ഡൂവും ഡസും എന്തായി മാറും? ഡിഡായി മാറും. ഈസ്, ആം, ആർ ഇത് വാസ് ഓർ വേറായി മാറും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് ഈസ് എന്നുള്ളത് സിംഗുലറാണ്, ആം ഐയുടെ കൂടെ മാത്രം, ആറ് പ്ലൂറൽ. വാസ് സിംഗുലർ, വേറെ പ്ലൂറൽ. ഡിഡ് സിംഗുലറുമാണ്, പ്ലൂറലുമാണ്. ഡു അതായത് പ്ലൂറലാണ്, ഡസ് സിംഗുലറാണ്. ഹാസ്, ഹാവ് അതെന്തായി മാറും? ഹാഡായി മാറും. ഷാള്, വില്ല്, ക്യാന് ഇതെന്തായി മാറും? ഷുഡ്, വുഡ്, കുഡായിട്ട് മാറും. ഈ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലേ? ഇനി നൗണിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഡൂവും ഡസും ഡിഡായി മാറും. ഈസ് ഓർ ആം ഓർ ആർ വാസ് ഓർ വേർ ആവും. ഹാസും ഹാവും ഹാഡാവും. ഷാള്, വില്ല്, ക്യാന്, ഷുഡ്, വുഡ്, കുഡാവും. ഇനി ഐ എന്ന് പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ ഹി ഓർ ഷീ ആയി മാറും, തേർഡ് പേഴ്സൺ ആയി മാറും. വി, ദേ ആയി മാറും. അവ, ദേർ ആയി മാറും. മീ, ഹിം ഓർ ഹർ. മൈ, ഹിസ് ഓർ ഹേഴ്സ് എന്നായിട്ട് മാറും. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആലോചിക്കുക, വളരെ എളുപ്പമാണ്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ, എന്തിനോടെന്നോ, എന്നോട് തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെയാണ്. അപ്പോൾ അതായത് ഫസ്റ്റ് പേഴ്സൺ അതാണ് ഒന്നാമത്തെ ആൾ. ഐ, മീ അല്ലേ, മൈ അല്ലേ, അവർ, വി ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാലോ, പിന്നെ എനിക്കിഷ്ടം ആരോടാ? എന്നോട്. യു, യുവർ, യുവേഴ്സ്, യുവർ സെൽഫ് അങ്ങനെ പോകുന്നു അല്ലേ? പിന്നെ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹി, ഷീ, ദേ, ദം എക്സെട്ര. ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ അതായത് ഐ, ഹി ഓർ ഷീ ആവും, വി, ദേ ആവും, അവർ, ദേറാവും, മീ, ഹിം ഓർ ഹെർ ആവും, മൈ, ഹിസ് ഓർ ഹേഴ്സ് ആയി മാറും എന്നുള്ളത് ആലോചിക്കണം. ഇനി നമ്മൾ കുറച്ച് അതായത് എക്സാമ്പിൾസ് ചെയ്തു നോക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. എന്താണ്? സെൻറ്റൻസുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് into എത്രയായിട്ട് 4.
ഏതൊക്കെയാണ്? അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. എന്താണ് അസേർട്ടീവ് സെന്റൻസ്? ഈസ് എ സെന്റൻസ് വിച്ച് ഷോസ് അസേർഷൻ ഓർ ഡിക്ലറേഷൻ. പ്രഖ്യാപനങ്ങളെ കാണിക്കുന്നത്, പ്രകൃതി സത്യങ്ങളെ കാണിക്കുന്നത്. അല്ലേ? ഗാന്ധിജി ഈസ് അവർ ഫാദർ ഓഫ് നേഷൻ. അല്ലേ? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ. അല്ല, ഐ എം എ ഗുഡ് മാൻ, അതൊക്കെ പറയുന്നത് എന്താണ്? അസേർഷൻ അഥവാ ഡിക്ലറേഷൻ ആണ്. അസേർട്ടീവ് അഥവാ ഡിക്ലറേഷൻ സെന്റൻസ് കഴിഞ്ഞാൽ എന്താണ്? ഇൻറ്ററോഗേഷൻ. അല്ലേ? ഇൻറ്ററോഗേറ്റീവ്. എന്താ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻറ്ററോഗേഷൻ, ചോദ്യം ചെയ്യുക. അല്ല, പോലീസ് ഇൻറ്ററോഗേറ്റഡ്. അല്ലേ? പോലീസ് ഇൻറ്ററോഗേറ്റ് ദ തീഫ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലേ? അപ്പം എന്താണ്? ചോദ്യം ചോദിക്കുക. ഇപ്പം എന്താ? വാട്ട്സ് യുവർ നെയിം? ഇനി യെസ് ഓർ നോ ചോദ്യങ്ങളുണ്ട് ഇതിൽ. ആർ യു ഓക്കെ? യെസ് നോ എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ. അല്ലേ? അപ്പോൾ അതായത് ഇൻ്റർറോഗേറ്റീവ് സെൻറ്റൻസിന് രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യന് ഉദാഹരണവും ഇത് WH ക്വസ്റ്റ്യന് ഉദാഹരണമാണ്. വാട്ട്, വിച്ച്, വേർ, വെൻ, വൈ, ഹൂ, ഹൗ മെനി, ഹൗ ലോങ്, അതൊക്കെ WH ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ളതോ? ആർ യു ഓക്കെ? അല്ലേ? ഇസ് ദിസ് എ പെൻ? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ എന്താണ്? യെസ് ഓർ നോ. യെസ് ഓർ നോ എന്ന് ഉത്തരം കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകുന്നു നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഇംപെരേറ്റീവ്. ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഷോസ് കമാൻഡ്, കമാൻഡുകൾ, ഓർഡർ, വിഷ്, പ്രേയർ. അല്ലേ? ഇങ്ങനെ പോകുന്നു. അതായത് എന്താണ്? ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്, ക്ലാസ്സിൽ നിന്ന് പുറത്തു പോ. ഇറ്റ്സ് എ കമാൻഡ്. അല്ലേ? യു മസ്റ്റ് ബ്രിങ് ദ പെൻ ടുമാറോ, അതായത് നാളെ നീ പെന്ന് കൊണ്ടുവന്നിരിക്കണം. ഓർഡർ. അല്ലേ? മേ ഗോഡ് ബ്ലെസ് യു, പ്രേയർ. അല്ലേ? അതായത് അതുപോലെ ഒരു ബർത്ത്ഡേ വിഷസ്. അല്ലേ? ലോങ് ലീവ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ പെടുന്നു? ഇംപെരേറ്റീവ് സെന്റൻസിൽ പെടുന്നു. അടുത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്താ എക്സ്ക്ലമേറ്ററി സെന്റൻസ്? വിച്ച് ഷോസ് സഡൻ ഫീലിംഗ്, പെട്ടെന്നുള്ള വികാരങ്ങളെ കാണിക്കുന്നതാണ് എന്ത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓ, വാട്ട് എൻ ഐഡിയ, എന്തൊരു ആശയാണ്. ഹൗ ഡയർ യു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പോൾ നമ്മൾ സെന്റൻസുകളെ കുറിച്ച് ഇത് പറയുമ്പോൾ തന്നെ പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള സെന്റൻസുകളാണുള്ളത്. അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇംപെരേറ്റീവ് സെന്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് വെക്കണം. ഇനി നമ്മൾ അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ആദ്യം അസേർട്ടീവ് സെന്റൻസ്. രാജു told Rani, you are a good student. രാജു റാണിയോട് പറഞ്ഞു നീ നല്ല ഒരു വിദ്യാർത്ഥിനിയാണ്. അല്ലേ? അതൊരു പ്രഖ്യാപനമാണല്ലോ. അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ എഴുതും? അതായത് അസേർട്ടീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അസേർട്ടീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം, അതായത് റിപ്പോർട്ടിംഗ് വെർബ് ഇനി മുതൽ ഞാൻ RV എന്ന് എഴുതുള്ളൂ. ആലോചിക്കണം. പ്ലസ് ദാറ്റ്, ചേഞ്ച് ദ ടെൻസ്. സിമ്പിളാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതായത് ശരിയാക്കാവുന്ന കാര്യമാണിത്. രാജു
ആൻസർ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കൂടെ ശ്രദ്ധിച്ചോളണം. രാജു ടോൾഡ് റാണി ദാറ്റ്, എന്താ പറഞ്ഞത്? റാണിയാണോ പെണ്ണാണോ? രാജു റാണിയോടാണ് പറയുന്നത്. അതായത് ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള കാര്യം മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. യു എന്തായി മാറണം? ഷീ അല്ലേ? അപ്പൊ ആറ് എന്തായി മാറും? വാസ് ഓർ വർ. ഷീ സിംഗുലർ ആയതുകൊണ്ട് എന്ത് മതി? വാസ്. ഷീ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്. എളുപ്പമാണല്ലോ. രാജു ടോൾഡ് റാണി ദാറ്റ് ഷീ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്. ഇനി വേറൊരു ഉദാഹരണം ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തരാം. സീത ടോൾഡ് രാമ ഐ വാണ്ട് എ ഡീർ. എനിക്കൊരു ഡീറിനെ വേണം എന്ന് സീത രാമനോട് ആവശ്യപ്പെട്ടു അല്ലേ? അപ്പൊ എന്താണ് അത്? നിങ്ങളെങ്ങനെ ചെയ്യും? ആലോചിക്കുക. ഇതൊന്നും പ്രശ്നമില്ല. സീത ടോൾഡ് രാമ, പിന്നെ എന്ത് ചേർക്ക? ദാറ്റ്. അതായത് എന്താണ് ഇവിടെ? ആർക്കാ വേണ്ടത്? ഐ ആണ്. സീതയ്ക്കാണ് വേണ്ടത്. അപ്പൊ എന്താ? ഷീ എന്താണ്? വാണ്ട് എന്നുള്ളത് എന്താ? ഡു പ്ലസ് വാണ്ട്. അതെന്തായി മാറും? ഡിഡ് പ്ലസ് വാണ്ട് ആവും. ഷീ വാണ്ടഡ് എ ഡീർ. വളരെ സിമ്പിളാണ്. നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അതായത് അടുത്ത രീതിയിലേക്ക് പോവുകയാണ്. ഇംപെരറ്റീവ് ആയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. എങ്ങനെയാണ് ഒരു ഇംപെരറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുക? ഇംപെരറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ടു ചേർക്കണം അല്ലേ? എന്നിട്ടോ ഡോണ്ട് ചേഞ്ച് ദ ടെൻസ് ഓഫ് ദ വെർബ്. വെർബിന്റെ എന്ത് മാറ്റണ്ട? ടെൻസ് മാറ്റണ്ട. ഓർമ്മിക്കണം. അപ്പൊ നമ്മൾ പറയാ ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. ടീച്ചർ കുട്ടീനോട് പറഞ്ഞു എന്താണ്? ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തേ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ? ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള കാര്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്താണ്? ടീച്ചർ ടോൾഡ് ദ ബോയ്. ആസ് ദ ബോയ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ദ ടീച്ചർ ടോൾഡ് ദ ബോയ്. പിന്നെ എന്ത് ചേർക്കണം? റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞു. ടോൾഡ് ദ ബോയ്. ടു ചേർത്തി ഗെറ്റ് ഔട്ട് ഫ്രം ടീച്ചർ ആണാവാം പെണ്ണാവാം. ഫ്രം ഹിസ് ക്ലാസ്. വൺ ഹൂ ടീച്ച്, ദാറ്റ്സ് ടീച്ചർ അല്ല? ഇറ്റ്സ് എ കോമൺ ജെൻഡർ. അപ്പൊ എന്താണ്? ദ ടീച്ചർ ടോൾഡ് ദ ബോയ് ടു ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. മനസ്സിലായോ? വേറൊന്നും കൂടി. രവി ആസ്ക്ഡ് Rani, bring a glass of water. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? രവി ടോൾഡ് ആസ്ക്ഡ് എഴുതുകയാണെങ്കിൽ ചേർക്കുക ആസ്ക്ഡ് റാണി ടു bring a glass of water. അല്ലേ? ഇവിടെ ഇനിയിപ്പോൾ ഫോർ മീ എന്നുണ്ടെന്ന് വിചാരിക്കാം. അവിടെ എന്താ മാറും? ഫോർ മീ എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്തെഴുതും? ഫോർ ഹിം എന്നാക്കി. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. അടുത്തത് ഏതാ? ഇൻ്ററോഗേറ്റീവ്. ഇൻ്ററോഗേറ്റീവ് രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. WH-ഉം യെസ് ഓർ നോ അല്ലേ? ആദ്യം നമ്മൾ അതിൽ WH-ലേക്കാണ് പോകുന്നത്. WH ക്വസ്റ്റ്യൻസിന് അഥവാ ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസിൽ WH. അപ്പം എന്താണ്? ശശി
ആസ്ക്ഡ് സുഗു വേർ ഈസ് യുവർ ഹോം. ശശി സുഗുവിനോട് ചോദിച്ചു എവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതുക? ഇത് മാത്രമല്ല റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. ശശി ആസ്ക്ഡ് സുഗു, ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, അതായത് WH ആകുമ്പോൾ ആദ്യം WH ചേർക്കാം, മനസ്സിലായോ? റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം എന്ത് ചേർക്കുക? WH, മനസ്സിലായോ? അതായത് പിന്നെ അതായത് എന്താണ് ആ വാചകത്തിൻ്റെ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ആ നൗണോ അല്ലെങ്കിൽ ആ നൗൺ ഫ്രേസോ എന്ത് ചെയ്യുക? ചേർക്കുക അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അടുത്തത് ശശി ആസ്ക്ഡ് സുഗു, WH ചേർക്കാൻ പറഞ്ഞില്ല നമ്മളോട്. നമ്മൾ എങ്ങനെയാണ് WH ചേർക്കുക? വേർ യുവർ ഹോം, അതാണല്ലോ ഇവിടെ അല്ലേ. വേർ ഹിസ് ഹോം വാസ്. ഈസ് എന്തായി മാറി? വാസായി മാറി. ടെൻസ് മാറ്റണം. ടെൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ്. ടെൻസ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. മനസ്സിലായി? ഒന്നുകൂടി ഞാൻ പറയാം. ശശി ആസ്ക്ഡ് WH ചേർത്തു പറഞ്ഞ പോലെ. ആ നൗൺ ഫ്രേസ് വേർ ഈസ് യുവർ ഹോം എന്നുള്ളതിൻ്റെ എന്താണ്? യുവർ ഹോം എന്തായി മാറി? ഹിസ് ഹോം. ഈസ് എന്ന് പറഞ്ഞത് എന്തായി? പാസ്റ്റിലേക്ക് പോയി വാസായി മാറി. ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കി. വേർ ഈസ് ഹോം വാസ്. ഒന്നുകൂടി ചെയ്യുമ്പോൾ സംശയം തീരുമെന്ന് വിചാരിക്കുന്നു. ഇനിയോ ടിൻറ്റു ആസ്ക്ഡ് ടോം വാട്ട് ഈസ് യുവർ ഫാദർ. എൻ്റെ അച്ഛൻ എന്താണ് ജോലി, അല്ലെങ്കിൽ എന്താണ് അച്ഛൻ എന്ന് ചോദിക്കുന്നത്. എന്താണ് അച്ഛൻ എന്നല്ല, എന്താ അച്ഛൻ്റെ ജോലി. അപ്പം എന്താണ്? ടിൻറ്റു ആസ്ക്ഡ് ടോം, WH ചേർത്തു. വാട്ട് യുവർ ഫാദർ എന്താവും? ടോം ആണല്ലേ. അപ്പോൾ വാട്ട് ഹിസ് ഫാദർ വാസ്. സിമ്പിളാണ്. WH മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ നന്നായി ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ ഓക്സിലറിയിലേക്കാണ് പോകുന്നത്. ഓക്സിലറി ക്വസ്റ്റ്യൻസിനെ ഓക്സിലറി ക്വസ്റ്റ്യൻസ് അഥവാ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യെസ് ഓർ നോ. റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ഇഫ് എന്നോ വെതർ എന്നോ ചേർത്ത് എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യങ്ങളുടെ ടെൻസ് എന്ത് ചെയ്യുക? ചേഞ്ച് ദ ടെൻസ്. നോക്കുക. രമ ആസ്ക്ഡ് രാമു ആർ യു കമ്മിങ് വിത്ത് മീ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? രമ ആസ്ക്ഡ് രാമു. ഇഫോ വെതറോ ചേർക്കാം. രണ്ടും ഒന്നും ചേർക്കാൻ പാടില്ല. ഇഫ് പിന്നെ അവിടുത്തെ നൗൺ എന്താണ്? രാമുവിനോടാണ് ചോദിക്കുന്നത്. ഇഫ് ഹീ പിന്നെ അവിടെ ഇവിടേക്ക് വരും, പാസ്റ്റ് ആവും. ഇഫ് ഹി വാസ് കമ്മിങ് വിത്ത് മീ എന്തായി മാറും? നോക്കൂ, ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ഇൻവെർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതായത് രമ ആസ്ക് രാമു, ഇഫോ വെതറോ ചേർക്കാൻ പറഞ്ഞു, ഇഫ് ചേർത്തു. പിന്നെ നൗൺ ഇവിടേക്ക് കൊണ്ടുവന്നു, ഹീ. പിന്നെയോ ആർ എന്തായി മാറി? വാസ്. കമ്മിങ് വിത്ത് മീ എന്തായി മാറി? ഹർ. അപ്പോൾ വേറെ ഉദാഹരണം ചെയ്യാം. ബിന്ദു ആസ്ക്ഡ് ബിനു ഈസ് എവറിത്തിങ് ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഈസ് എവറിത്തിങ് ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും? ബിന്ദു ആസ്ക്ഡ് ബിനു വെതർ. വെതറോ ഇഫോ ഏതുവാണെങ്കിൽ ചേർക്കാം കേട്ടോ. വെതർ എവറിത്തിങ്. ഈസ് ഇങ്ങോട്ട് പോവും, എന്തായി മാറും? വാസ്. ഓക്കെ, വളരെ സിമ്പിളാണ്.
അതായത് നന്നായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലേക്കാണ് പോകുന്നത്. ആശ്ചര്യവാചകങ്ങളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളുണ്ട്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം എക്സ്ക്ലമേറ്ററിയെ അസേർട്ടീവ് ആക്കി മാറ്റണം. ഇപ്പോൾ വാട്ട് എ മാൻ യു ആർ അല്ലേ? അതായത് അത് എങ്ങനെയാണ് ചോദിക്കുന്നതിനർത്ഥം യു ആർ ആൻ എക്സലന്റ് മാൻ അല്ലെങ്കിൽ യു ആർ ആൻ അഗ്ലി മാൻ. What a day it is. It's a very good day. I think it is a very bad day. അല്ലെങ്കിൽ ബാഡ് ഡേ. അങ്ങനെ അതായത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ അസേർട്ടീവായിട്ട് എന്ത് ചെയ്യണം? മാറ്റണം. നമുക്ക് നോക്കാം, ഒന്ന് ചെയ്തു നോക്കാം. Caesar asked Cassius, "How dare you to come in front of me?" അത് നിങ്ങളെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? നിങ്ങൾക്കറിയാം, റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ? ഇൻവെർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള കാര്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്താ? സീസർ asked Cassius, he is അല്ലേ? ഇവിടെ എന്താണ്? ഈസ് അല്ലേ വരിക? അതായത് അസർട്ടീവ് ആകുമ്പോൾ ഈസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് ആക്കണം. ഹി വാസ് വെരി ഡയർ ടു, ഈ യു ആണ് ഹി ആയി മാറിയത്, ടു കം ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഹി വാസ് വെരി ഡയർ to come in front of him, me, him, I. ഇനി മോഹൻ said to Geeta, what a nasty idea. എന്ത് വൃത്തികെട്ട ആശയമാണത് എന്ന് മോഹൻ ചോദിച്ചു. അപ്പോൾ നിങ്ങളെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? മോഹൻ told Geeta, what a nasty idea. It is a nasty idea. അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴോ it was a nasty idea. It was a nasty idea. ഇത്രയും കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അതായത് വാചകങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പ്രസൻറ്റൊക്കെ പാസ്റ്റായി മാറും. എന്നാൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ മാത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രസൻറ്റ് പാസ്റ്റ് ആവണം എന്ന് നിർബന്ധമില്ല. കാരണം പല കാര്യങ്ങളും അപേക്ഷ, കൽപ്പന അതൊക്കെ അതേ രീതിയിൽ തന്നെയാണ്. ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യണം. ഈ കാര്യങ്ങൾ നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിന്ന് നന്നായി വർക്ക് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.